നമസ്കാരം. താരസംഘടന അമ്മയുമായി ബന്ധപ്പെട്ടൊരു വാർത്തയാണ്. താരസംഘടന നല്ല പ്രവർത്തികൾ ചെയ്യുന്നുണ്ട്. ആ പ്രവർത്തികൾ പുറത്തു കൊണ്ടുവരേണ്ടതും കൂടെയാണ്. അങ്ങനെ ഒരു പ്രവൃത്തിയായിരുന്നു കഴിഞ്ഞ ദിവസം മുത്തങ്ങായിൽ നൂൽപ്പുഴ ഗ്രാമപഞ്ചായത്തിൻ്റെ ഗവൺമെൻറ് LP സ്കൂളിൽ ആദിവാസി കുട്ടികളുമായി അവർ ചെലവഴിച്ചു. അമ്മയുടെ എക്സിക്യൂട്ടീവ് മെമ്പർമാരും അവിടെയുള്ള ആർട്ടിസ്റ്റുകളുമായി പോയി. വയനാട്ടിലെ മക്കളോടൊപ്പം അമ്മ എന്നൊരു തലക്കെട്ടോടു കൂടിയായിരുന്നു. അത് നല്ലൊരു പ്രവൃത്തിയായിട്ട് തന്നെ നമ്മൾ കാണണം. അവരോടൊപ്പം പാടിയും ആടിയും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചും ആ കുട്ടികളുടെ മുഖത്തെ ചിരിയൊക്കെ അമ്മയുടെ ഒഫീഷ്യൽ പേജിലിട്ടിരുന്ന വീഡിയോയിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഗംഭീര പരിപാടിയായി തന്നെ കാണണം. അതിൻ്റെ ഒരു ആശയം മുന്നോട്ട് വെച്ചത് ആ വീഡിയോയിൽ തന്നെ പറയുന്നത് ജനറൽ സെക്രട്ടറി കുക്കു പരമേശ്വരാണെന്ന് പറയുന്നു. അത്തരം ആശയങ്ങളൊക്കെ കൊണ്ടുവന്ന് അത്തരം രീതിയിലേക്ക് പോകുന്ന പ്രവൃത്തി ഇന്ന് വരെ ആരും ചെയ്തിട്ടില്ല. താരസംഘടന അമ്മയിൽ ഇങ്ങനെ ഒരു യാത്ര ഇതുവരെ ചെയ്ത് എൻ്റെ അറിവിലില്ല. പക്ഷേ ഈ ഒരു യാത്ര നല്ലതാണ്. കഴിഞ്ഞ ദിവസം അവർ കേൾവി ശക്തിയില്ലാത്ത കുട്ടികൾക്ക് അതിൻ്റെ വേണ്ട പ്രവർത്തികൾ ചെയ്ത് മാതൃകയായി. അതും ഞാൻ പറഞ്ഞതാണ്. അങ്ങനെ പ്രവൃത്തി ചെയ്ത് താരസംഘടന അമ്മ മുന്നോട്ട് പോവുകയാണ്. അത്ര നല്ല പ്രവൃത്തികൾ ചെയ്യുന്നതിൽ അഭിനന്ദിക്കുകയാണ് താരസംഘടനയെ. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം എക്സിക്യൂട്ടീവ് യോഗം ചേർന്ന് എക്സിക്യൂട്ടീവ് യോഗത്തിലും നല്ല രീതിയിലുള്ള അഭിപ്രായങ്ങൾ ഉടലെടുത്തു എന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം. കഴിഞ്ഞ തവണയുള്ള എക്സിക്യൂട്ടീവ് യോഗം പോലെ ആയിരുന്നില്ല ഇത്തവണത്തെ എക്സിക്യൂട്ടീവ് യോഗം. നല്ല രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോയി. അതിലേറ്റവും പ്രധാനപ്പെട്ട 2-3 കാര്യങ്ങൾ അവരെടുത്തിട്ടുണ്ട് എന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സഞ്ജീവനി പദ്ധതി. അത് ഗംഭീരമായിട്ട് കഴിഞ്ഞ ഭരണസമിതി മുന്നോട്ട് വെച്ചതാണ്. ഹഡോ കമ്മിറ്റി അത് മുന്നോട്ട് കൊണ്ടുപോയി. തുടർന്നും ആ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകുന്ന നിലയിലേക്കാണ് പോകുന്നത്. അതിൽ എക്സിക്യൂട്ടീവ് മെമ്പറായ ഡോക്ടർ റോണിയാണ് അതിൻ്റെ ചുമതല. ആ ചുമതലയിൽ മറ്റ് അംഗങ്ങളുമുണ്ട് എന്നാണ് കിട്ടുന്ന വിവരം. അവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ ചെയ്തിട്ടുണ്ട്. പുറത്തു നിന്നുള്ള 2 ഡോക്ടർമാരെ കൂടെ നിയമിച്ചുകൊണ്ട്, എന്നുവെച്ചാൽ ഡോക്ടർ റോണിയുടെ തിരക്ക് കാണാം, അതുകൊണ്ട് പുറത്തു നിന്നുള്ള 2 ഡോക്ടർമാരെ കൂടെ നിയമിച്ചുകൊണ്ട് ആ രീതിക്കാണ് സഞ്ജീവനി പദ്ധതി മുന്നോട്ട് പോകേണ്ടതെന്ന് ആശയം മുന്നോട്ട് വെച്ചു. ജോയ് മാത്യു ആണ് മുന്നോട്ട് വെച്ചത്. അത് തത്വത്തിൽ അംഗീകരിച്ചു. അതാണ് വേണ്ടത്. നമ്മൾ അമ്മയ്ക്കുള്ളിൽ നിന്ന് ഡോക്ടർ അതിനെക്കുറിച്ച് പറയുന്നതും പുറത്തു നിന്ന് ഡോക്ടർ മരുന്നുകളെക്കുറിച്ച് അവലോകനം ചെയ്യുന്നത് നല്ല പ്രവൃത്തിയായിട്ട് തന്നെയാണ് എനിക്ക് തോന്നി. അതും ആ കമ്മിറ്റി ഒന്നടക്കം പാസ്സാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കണക്ക് വിവരങ്ങളെക്കുറിച്ച് ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റി വന്നതിന് ശേഷമുള്ള കണക്ക് മൊത്തം ഓഡിറ്റ് ചെയ്യാൻ വേണ്ടി കൊടുത്തു. അത് ഒരു അഭിപ്രായ വ്യത്യാസമില്ലാതെ കണക്ക് കൃത്യമായിട്ട് പോകണമെന്നൊരു തീരുമാനമാണ് സംഘടന എടുത്തിരിക്കുന്നത്. അതും നല്ല പ്രവർത്തനം. ഇതിനു മുമ്പുള്ള കണക്കുകളൊക്കെ ഓഡിറ്റിന് ചെയ്യാൻ കൊടുക്കുന്നത് ഇതിനു മുമ്പുള്ള എക്സിക്യൂട്ടീവ് യോഗത്തിൽ തീരുമാനിച്ചിരുന്നു. പിന്നീട് അമ്മ ചെയ്യാൻ പോകുന്നു. കഴിഞ്ഞ അവിടെ കമ്മിറ്റി നടത്തിയ പോലെ ഒരു കുടുംബസംഗമം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് ജനുവരിയിലാണ്. കഴിഞ്ഞ കമ്മിറ്റി ചെയ്തു വെച്ച അതേ പാതയിലൂടെ പോയി ഒരു കുടുംബസംഗമം വെക്കാം എന്ന് തീരുമാനിച്ചു. അത് അതിൻ്റെ നടപടിക്രമമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇവൻ്റ് കമ്മിറ്റിയും അതോടൊപ്പം തന്നെ മാർക്കറ്റിംഗ് കമ്മിറ്റിയും ഒരുമിച്ച് ചേർന്ന് അവരാണ് അതിൻ്റെ നേതൃത്വം. ഇവൻ്റെ കമ്മിറ്റിക്കാണല്ലോ എൻ്റെ ചുമതല. അതിൽ എനിക്ക് തോന്നുന്നു ടിനി ടോമും കൈലാഷും ശിരോ വർഗീസും ഒക്കെയാണ് ആ കമ്മിറ്റിയിലുള്ളത്. അതിൻ്റെ കൂടെ മറ്റംഗങ്ങളുമുണ്ട്. ഇവർ 3 പേരാണ് പ്രധാനമായി ചുമതല ഉള്ളത്. ഇവരാണ് ഇവൻ്റെ കമ്മിറ്റിയും സ്പോൺസർമാരെ കണ്ടെത്തേണ്ട കമ്മിറ്റിയും അവരാണ് നോക്കുന്നത്. അപ്പം മാർക്കറ്റിംഗ് കമ്പനി ഉൾപ്പെടെ കൈകോർത്തുകൊണ്ട് അതിൽ മറ്റംഗങ്ങളും ചേർത്ത് ഒരു പ്രോഗ്രാം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ജനറൽ ബോഡി വരാനുള്ള സമയമാവുന്നുണ്ട്. അതിനും തീരുമാനമുണ്ട്. ജൂണിലാണ് സാധാരണ ജനറൽ ബോഡി വരുന്നത്. ജൂണിൽ ചിറ്റിലപ്പള്ളിയിൽ വെച്ച് ജനറൽ ബോഡി കൂടാൻ തീരുമാനിച്ചിട്ടുള്ള വിവരം എനിക്ക് ലഭ്യമായിട്ടുണ്ട്. എന്തായാലും നല്ല നല്ല പ്രവർത്തികൾ ചെയ്യുമ്പോൾ നല്ലതായിട്ട് തന്നെ നമ്മൾ പറയേണ്ടതാണ്. ഇതോടൊപ്പം തന്നെ അവിടെ മറ്റ് കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആ ചർച്ചകളൊക്കെ പോസിറ്റീവായി വന്നിട്ടുണ്ട്. ഈ ഇവൻ്റ് കമ്മിറ്റി ആണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് നിൽക്കുന്നത്. ഇവരാണല്ലോ ഇതിൻ്റെ മുന്നോട്ടുള്ള യാത്ര ചെയ്യേണ്ടത്. അത് കഴിഞ്ഞ ഓണത്തെ പോലെ ഇൻഡോർ സ്റ്റേഡിയത്തിൽ തന്നെ നടത്താനുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. എന്തായാലും അമ്മ ചെയ്യുന്ന നല്ല പ്രവൃത്തി നല്ലതായിട്ട് തന്നെ നമ്മൾ പറയും. നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ വെച്ച് തന്നെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അതിൽ വേറൊന്നും വിചാരിക്കേണ്ട കാര്യമില്ല. നമുക്ക് നല്ലതായിട്ട് പറയുന്നതിന് ഒരു മടിയുമില്ലാത്തൊരു വ്യക്തി തന്നെയാണ് നല്ലത്. മറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞും പോകാറുണ്ട്. ആ കാര്യങ്ങൾ പറഞ്ഞു പോകാറുണ്ട്. ഈ ഇടയ്ക്ക് കൂടിയ കമ്മിറ്റിയുടെ ഒരു തീരുമാനമാണ്. ഈ കമ്മിറ്റിക്ക് വരുന്നവരുടെ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. കഴിഞ്ഞ ദിവസം മിക്ക ആളുകളും പങ്കെടുത്തു. എനിക്ക് തോന്നുന്നു അൻസുബയും സന്തോഷ് കീഴാറ്റൂരാണ് പങ്കെടുക്കാത്തതെന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം. ബാക്കി എല്ലാവരും പങ്കെടുത്തു എന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം. എന്തായാലും നല്ല രീതിയിൽ കമ്മിറ്റി അവസാനിപ്പിച്ചു. പിന്നീട് മൊബൈൽ ഫോണിൻ്റെ ഒരു വിഷയം ഞാൻ ചെയ്തിരുന്നു. ആ മൊബൈൽ ഫോണുമായി ബന്ധപ്പെട്ട ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. ചില ആളുകൾ മൊബൈൽ ഫോൺ എടുത്തിട്ടുണ്ട്, അവർക്ക് വേണമെന്ന് എടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒരു തീരുമാനം എടുത്ത് മൊബൈൽ ഫോണും അതോടൊപ്പം തന്നെ ലാപ്ടോപ്പും കമ്പ്യൂട്ടറും ഉൾപ്പെടെയാണ് മറ്റൊരു സ്ഥാപനം നൽകിയത്.
ഇത് മൊബൈൽ ഫോൺ എടുക്കേണ്ടവരെടുത്തിട്ടുണ്ട്, ബാക്കി എടുക്കാത്തവരുണ്ട്. എടുത്തവരുടെ പേരൊക്കെ എനിക്ക് ലഭ്യമായിട്ടുണ്ട്, ഞാൻ പേര് പറയുന്നില്ല. ആ പേര് പറയേണ്ട ഒരു സാഹചര്യത്തിൽ പറയാം. ബാക്കിയുള്ളവർക്ക് ഈ ഫോണ്, ഈ ലാപ്ടോപ്പ്, കമ്പ്യൂട്ടറെല്ലാം അമ്മ സംഘടനയുടെ അസറ്റായിട്ട് കൂട്ടണം. എന്ന് വെച്ചാൽ അത് എഴുതി ചേർക്കപ്പെടണം. പിന്നീട് ആരെങ്കിലും എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ അമ്മയിലുള്ള എല്ലാ ഒരു പേര് പോലും ലിസ്റ്റിട്ട് എഴുതണമെന്ന് ഒരാശയം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ആ ആശയം നല്ലത് തന്നെയാണ്. അപ്പോൾ ആർക്കും ഇനി വേണ്ട എന്ന് പറഞ്ഞാൽ പിന്നീട് എടുക്കേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഡിജിറ്റൽ പാർട്ട്ണറായി 6 മാസത്തേക്കാണ് മറ്റൊരു സ്ഥാപനത്തിന് ഓക്സിജനെ അവർ ചെയ്തിരിക്കുന്നത്. ഇതിനു മുമ്പ് വേറൊരു സ്ഥാപനമായിരുന്നു മൈജി, അല്ല ഇത്തവണ ഓക്സിജനെ ഡിജിറ്റൽ പാർട്ട്ണറാക്കിയിട്ടുണ്ട് എന്നാണ് അന്ന് ഞാൻ പറഞ്ഞിരുന്നു. അവരായിരുന്നു ഈ സിസ്റ്റമൊക്കെ കൊടുത്തിരുന്നത്. ഓക്സിജൻ മൈജിക്ക് മെയിൽ അയച്ചപ്പോൾ അവർക്ക് ഇപ്പോൾ ചെയ്യാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞു. ഇതിനു മുമ്പ് ഒത്തിരി പ്രൈസുകളും ഒത്തിരി കാര്യങ്ങളും അമ്മയ്ക്ക് വേണ്ടി ചെയ്ത ഒരു സ്ഥാപനം തന്നെയായിരുന്നു മൈജി. എന്നാൽ ഇത്രയും ഫോണും ഇതും ആവശ്യപ്പെട്ടപ്പോൾ ഇപ്പോൾ നൽകേണ്ട ഒരു ആവശ്യമില്ല എന്ന നിലയിലേക്ക് ഇപ്പോൾ അവരുടെ ബജറ്റ് തീർന്നാണ്, ഓണം ബിസിനസ് കഴിഞ്ഞാണെന്ന് പറഞ്ഞതാണ്. അപ്പോൾ ഒരാൾ പോകുമ്പോൾ അടുത്ത ആൾ കയറാൻ വേണ്ടി ക്യൂ നിൽക്കുന്നു, അതിൻ്റെ തെളിവായിരുന്നു അത്. അതോടൊപ്പം തന്നെ ഒറ്റപ്പാലം റോയൽ കാറ്ററിംഗ്, നമുക്കറിയാം അമ്മയുമായി ബന്ധപ്പെട്ട് വളരെ സഹകരിച്ചു പോകുന്നതാണ് ഒറ്റപ്പാലം റോയൽ കാറ്ററിംഗ്. അവരെ 1 വർഷത്തേക്ക് ഈ കാറ്ററിംഗ് മേഖലയിലേക്ക് അവരെയും ഉൾപ്പെടുത്തിയെന്നാണ് കമ്മിറ്റിയുടെ തീരുമാനം. ആ രീതിക്കാണ് മുന്നോട്ട് പോയത്. എന്തായാലും അമ്മയുടെ പ്രവൃത്തി നല്ല രീതിക്ക് പോട്ടെ. നല്ല രീതിക്ക് പോയാൽ നല്ലതായി തന്നെ തോന്നും. ഇപ്പോഴാണ് അമ്മയായി മാറുന്നത് എന്ന് പൊതുവേ പറയുന്നുണ്ട്. ആ രീതിക്ക് പോകുന്നതാണ് ഏറ്റവും നല്ലത് എന്ന് ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഞാൻ ഈ വാർത്ത പ്രേക്ഷകരുടെ മുമ്പിലേക്കും താരസംഘടനയിലുള്ളവരും അറിയുന്നതിന് വേണ്ടി ഈ വാർത്ത ചെയ്യുന്നത്. ഹോം അപ്ലയൻസ് വാങ്ങാൻ ഒരിടത്ത്, ക്രോക്കറി വാങ്ങാൻ വേറൊരിടത്ത്, ഗാഡ്ജറ്റ്സ് വാങ്ങാൻ വേറെ എവിടെയോ ഒരിടത്ത്. അതെ, എന്തിനെങ്ങനെ പലയിടത്ത് ഓടണം? മൈജി ഫ്യൂച്ചർ ഉണ്ടല്ലോ. മൊബൈൽ ഫോൺ മുതൽ ഹോം അപ്ലയൻസസ് വരെ എല്ലാം ഒരിടത്ത്, ഏറ്റവും കുറഞ്ഞ EMI. അങ്ങനെയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ വില. എന്നാ ഏറ്റവും കൂടുതൽ ഓഫറുകൾ. മൈജി ഫ്യൂച്ചർ, എക്സ്പീരിയൻസ് ദ നെക്സ്റ്റ്. മൈജിയാണ് ഫ്യൂച്ചർ.